എന്നാൽ ഖുത്ബയുടെ ഭാഷയിലോ ഖുത്ബയുടെ ഭാഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ട് കുറ്റിച്ചെരയിൽ നടന്ന സംവാദം മാത്രം ഏകദേശം 30 കൊല്ലങ്ങൾക്ക് അപ്പുറം 30 കൊല്ലങ്ങൾക്ക് അപ്പുറം നടന്ന ചർച്ചയാ. പുതിയ തലമുറക്ക് അതിനെക്കുറിച്ച് വ്യക്തമായി അറിയില്ല. അതുകൊണ്ട് ഖുത്ബയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ച ഇവിടെ നടക്കാൻ അനിവാര്യമാണ്. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ആ വിഷയം ഒന്ന് പഠിക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയം ചർച്ചക്കെടുക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ആട്ടിനിട്ട് വെള്ളത്തിലേക്ക് വലിച്ചവർ ഇറ്റികൾ ഇങ്ങോട്ട് വരുന്നില്ല. ഒറ്റപ്പിടുത്തം ഞങ്ങൾ വരില്ല എന്നതിൽ ഞങ്ങൾ ഇസ്തിഹാസ മാത്രം, അതിനുശേഷം പിന്നെ ബാക്കിയെടുക്കാം, ഒരൊറ്റ വാശി. അപ്പോ പിന്നെ ഇവിടെ പണ്ഡിതോചിതമായ ചർച്ചയുടെ ആവശ്യമില്ല. പിന്നെ ഇവിടെ നാടന്മാര് കൈകാര്യം ചെയ്താൽ മതി. പണ്ട് മറ്റേ മുസ്ലിയാർ പറഞ്ഞ പോലെ 500 പേര് അയസരി പ്രസംഗിച്ചാൽ 500 പേര് മാറും പറഞ്ഞില്ലേ? അങ്ങനെ 500 പേര് മാറുമെന്ന് പറഞ്ഞ കൂട്ടത്തില് മാറിയ ഒരാളുണ്ട്, അമീർ ഒതുക്കുങ്ങല്. മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി മൂപ്പര് അഹ്സനി മുസ്ലിയാര്. കാരണം മൂപ്പര് എന്ത് ചെയ്തു? ആ ഗ്രൂപ്പ് വിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നു. അൽഹംദുലില്ലാ അമീർ ആ സദസ്സിലുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കി ഇവരോട് മുസ്ലിയാക്കന്മാരോട് ഒരു പണ്ഡിതോചിതമായ ചർച്ചയുടെ ആവശ്യമില്ല. കാരണം ഇവരടുത്തേക്ക് വരില്ലല്ലോ. അപ്പൊ അമീറാണ് പിന്നെ മറുപടി പറഞ്ഞത്. അമീർ പറഞ്ഞ മറുപടി ഒന്ന് കേട്ടു നോക്കുങ്ങള്. അങ്ങനെയാണ് ചർച്ച ചെയ്തു. 1, 2, 3 എഴുതി ആ കണക്ക് പ്രകാരം ചർച്ച ചെയ്തു. എന്താ പേടി? എന്താണ് കയ്യിൽ പേടി? ഖുത്ബയുടെ ഭാഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾ തൊട്ട കൈ പോലും നിങ്ങൾക്കറിയാം. കാരണം അത് ചർച്ച ചെയ്യുമ്പോൾ ഖുത്ബക്ക് മുമ്പുള്ള തറപ്രസംഗം ചർച്ചയ്ക്ക് വരും. ആ തറപ്രസംഗത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ കേരളത്തിൽ ഇന്ന് നിങ്ങളെ പള്ളിയിൽ ഖുത്ബ പരിഭാഷപ്പെടുത്തുന്ന ഞങ്ങൾക്ക് രേഖയുണ്ട്. നിങ്ങളെ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി അടക്കം ഇത് നിർത്തൽ ചെയ്യേണ്ടതാണ് എന്ന് കൊടുത്ത ഫത്വയുടെ കോപ്പി ഞങ്ങൾ കയ്യിലുണ്ട്. നിങ്ങൾ ആറാമോ ഒരാളും ചർച്ച ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇത് ആരാണ്? ഏപ്പിക്കാർക്ക് ആറാമാണ്. അതൊക്കെ അടിസ്ഥാനപരമായ വിഷയം വരും. അത് തൊട്ടാ കൈപോലും നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇസ്തിഹാസം വെച്ചുണ്ടോ? മെച്ചുണ്ടായിട്ടല്ല. അത് പറഞ്ഞു കലക്കാം. ഇസ്തിഹാസ് ആദ്യം ചർച്ച ചെയ്യുന്ന കലക്കാം. അതാണ് നിങ്ങൾ ഉദ്ദേശം. അപ്പൊ നിങ്ങളെ കൂടുതൽ നിങ്ങൾ സ്റ്റേജിൽ നിന്ന് സാധാരണ വെല്ലുവിളി എന്താ? വഹാബിയോട് ഏത് വിഷയം ഉണ്ട് ചർച്ചയ്ക്ക് പോകുന്നോളി, ഞങ്ങൾ റെഡിയാണ്, ഇപ്പൊ റെഡിയാണ്, നിങ്ങൾ 1000 ആൾക്കാരാണ്, ഞങ്ങൾ ഒരാൾ മതി എന്നൊക്കെയല്ലേ വലിയ വിടുവായത്തം പറയല്ലേ? ഇപ്പൊ അതങ്ങനെ നേർക്കുന്നവരുന്നപ്പോ എന്താ വേർക്കല്? എവിടെയൊക്കെ പോയി ഇറക്കണം? നിങ്ങൾ അരമണിക്കൂറല്ലേ ആയിട്ടുള്ളൂ, അപ്പോൾ നിങ്ങൾ ബബ്ബ പിടിച്ച അങ്ങനെ. അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളെ കൂട്ടത്തിൽ നട്ടലുള്ള കിതാബ് ഓതി പഠിച്ച ആണത്തുള്ള നിങ്ങൾ പറയുന്ന ആദർശത്തിൽ വിശ്വാസമുള്ള ആൺകുട്ടികളുടെ ഖുത്ബയുടെ ഭാഷ ചർച്ച ചെയ്യും. എന്താ നമുക്ക് വാക്കിയാലും നാടനാണ് ഈ മുസ്ലിയാക്കന്മാരോട് ചോദിക്കുന്നത്. നിങ്ങളുടെ കൂട്ടത്തിൽ നട്ടലുള്ളവർ വരാന് ഏത് വിഷയം ചർച്ച ചെയ്യാൻ? ഖുത്ബയുടെ ഭാഷ ചർച്ച ചെയ്യാൻ അവര് വന്നില്ല. അവര് തയ്യാറായില്ല. അവര് പറഞ്ഞ് ഞങ്ങൾക്ക് ഇസ്തിഹാസ ചർച്ച ചെയ്യണ്ടെന്ന്. ഇസ്തിഹാസ ചർച്ച ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നടക്കോ? നടന്നിട്ടാണ് അത്. നിങ്ങൾ അറിയണം, കേരളത്തിൽ നടന്ന സംവാദങ്ങളൊന്ന് വായിച്ചു നോക്കണം നിങ്ങൾ. കൊട്ടപ്പുറം മുതല് കൊണ്ടോട്ടി, മണ്ണാർക്കാട്, ഒസങ്കടി, എടമുട്ടം അടക്കമുള്ള കേരളത്തിൽ നടന്ന സംവാദങ്ങൾ മുഴുവനും വായിച്ചു നോക്കണം. ഇസ്തിഹാസയും അതേപോലെ പ്രാർത്ഥനയുമായൊക്കെ ബന്ധപ്പെട്ട് നടന്ന സംവാദങ്ങൾ എല്ലാം ഒട്ടുമുക്കാലും 99.4% നടന്നിരിക്കുന്നത് ആരുമായിട്ടാ? AP വിഭാഗമായിട്ടാ. ഐറ്റിങ്ങൾ ഒന്നും അല്ലെങ്കിൽ ഞങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുമെങ്കിലും ചെയ്യും. ഈറ്റിംഗ് അതിനുള്ള ധൈര്യമില്ല. ഇസ്തിഹാസയുടെ വിഷയത്തിൽ നമ്മുടെ മുമ്പിൽ ഇരിക്കാൻ ധൈര്യമില്ല. ഖുത്ബയുടെ വിഷയത്തിൽ ഇരിക്കാൻ ധൈര്യമില്ല. പിന്നെ എന്തിനാ പറഞ്ഞത് ഇതൊന്ന് കൊളാക്കണം? ഇനിയിപ്പൊ നമ്മൾ പറയാണ് ഖുത്ബയുടെ വിഷയം പിന്നെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം, എന്നാ പിന്നെ ഇസ്തിഹാസയുടെ വിഷയം ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ അവർ പറയും ഖുത്ബയുടെ ചർച്ചയാണെന്ന് പറയും. ഇതാണ് ഇവരുടെ സ്വഭാവം. അപ്പൊ ഇതിങ്ങനെ നിക്കക്കള്ളി ഇല്ലാണ്ട് വന്നപ്പോ അമീർ അവസാനം അടിവരായിട്ടൊരു വാക്കും കൂടെ പറയുന്നുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഒരു വിഷയത്തിനും തള്ളണ്ട. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം ശാഖാപരല്ല. ഇവിടുത്തെ വിഷയം ഖുത്ബയുടെ ഭാഷ തന്നെയാണ്. ആ ഖുത്ബയുടെ ഭാഷ ചർച്ച ചെയ്താൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ചർച്ച ഉണ്ടായതന്നെ, ഈ ഇരിക്കേണ്ട വേദി ഉണ്ടായത് തന്നെ ഖുത്ബയുടെ ഭാഷയുമായി ബന്ധപ്പെട്ട തർക്കമാണ്. അത് എന്തുകൊണ്ട് ചർച്ച ചെയ്താൽ നിങ്ങൾക്ക് വേർക്കും നിങ്ങൾക്കറിയാം. കാരണം നിങ്ങളെ മീജന്റെ പ്രമേയുണ്ട് ഇവിടെ. നിങ്ങളിതാ ഇത് കേരളത്തിലെ ആദ്യത്തെ പള്ളിയായി ചേരമാൻ ജുമാ മസ്ജിദിന്റെ ഭരണഘടനയാണ്. 2000 ഇറക്കിയതാണ്. ഈ 2000 ഇറക്കിയ ഭരണഘടനയിലെ ഖതീബിന്റെ യോഗ്യതയായി പറഞ്ഞത് സാമാന്യ ഭൗതിക വിദ്യാഭ്യാസവും അവഗാഹമായ ദീനീ വിദ്യാഭ്യാസവും ഉള്ള പണ്ഡിതനും മാതൃഭാഷയിൽ ഖുത്ബ നടത്തുവാൻ പ്രാപ്തനുമായിരിക്കണം. 2000 കേരളത്തിലെ ആദ്യത്തെ പള്ളി ചേരമാൻ പള്ളി. ഇതൊക്കെ ഞങ്ങൾ പൊക്കും നിങ്ങൾക്കറിയാം. 2000 വരെ നിങ്ങൾക്ക് മാതൃഭാഷയിൽ ഖുത്ബ നടത്താൻ അനുവദനീയമായിരുന്നു. 2000 ശേഷം നിങ്ങൾക്ക് ഹറാമായി. നിങ്ങളെ മീജന്റെ പ്രമേയത്തിൽ 1947 നിങ്ങൾ പറഞ്ഞത് ജുമയുടെ ഖുത്ബയിൽ അറബി ഭാഷ അല്ലാത്ത ഭാഷ ഉപയോഗിക്കുന്നത് നല്ലതല്ലാത്തതും മുങ്കർത്തായ വിദഗ്ധമാണെന്ന് ഈ യോഗം തീർച്ചപ്പെടുത്തുന്നു. ഖുത്ബ പരിഭാഷ നടപ്പിലുള്ള ജുമുഅത്ത് പള്ളി ഭാരവാഹികളോടും ഖതീബുമാരോടും അത് നിർത്തൽ ചെയ്യാൻ ഈ യോഗം ഉപദേശിക്കുകയും ചെയ്യുന്നു. അപ്പൊ 1940 നിർത്തൽ ചെയ്യാൻ ഉപദേശിച്ചു. കാരണം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അന്ന് മൂല്യമാർഗം സ്വാതന്ത്ര്യം കൊടുത്തു. കാരണം ഈ മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ട് വേർക്കാണ്. ഇവർക്ക് പറയാൻ വെക്കണ്ടേ, ദീന് പറയാൻ വെക്കണ്ടേ?
അവ അറബിയിൽ എന്തും തൊഴിൽ തോണി വിളിച്ചാലുള്ള സ്വാതന്ത്ര്യം കൊടുത്ത 1947 എന്താ പ്രമേയം? അതിനു മുമ്പ് നിങ്ങൾക്ക് ഖുതുബയുടെ ഭാഷ മാതൃഭാഷയിലായിരുന്നു പല പള്ളികളിലും. ഇപ്പോഴും സമസ്തയുടെ പള്ളിയിലെ ഖുതുബ മാതൃഭാഷയിലില്ലേ? ഇല്ലേ? എന്താ മുണ്ടാട്ടം മുട്ടുന്നത്? പാലക്കാട് പള്ളിയിലില്ലേ? പാലക്കാട് നിങ്ങളെ പള്ളിയിലില്ലേ? എത്ര പള്ളിയിലുണ്ട്? നിങ്ങളെ ഖുതുബയുടെ മാതൃഭാഷ നടത്തുന്ന പള്ളിയില് ഇല്ലേ? പിന്നെ ആ വിഷയത്തില് അതുപോലെ ഇതാ കേരളത്തിലെ ആദ്യത്തെ പള്ളിയില് ഇതിനെ കുറിച്ച് എന്ത് പറയാണ്ട്? കേരളത്തിലെ ആദ്യത്തെ പള്ളിയില് 2000 വരെ മാതൃഭാഷയിലായിരുന്നു ഖുതുബ. ചേരമാൻ പള്ളിയില് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, സാബത്ത് സ്ഥാപിച്ച പള്ളിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് തന്നെ കേരളത്തിൽ ഇസ്ലാം പ്രചരിച്ചിട്ടുണ്ട്. അപ്പൊ എന്നെ ഖുതുബ മാതൃഭാഷയിലവിടെ 2000-ന് ശേഷമാണ് ഖുതുബ മാതൃഭാഷകൾ നിർത്തുക ചെയ്തത്. ഇതൊക്കെ ഞങ്ങൾ വലിച്ചു പുറത്തു കൊടുക്കറിയാം. ഇതൊക്കെ വലിച്ചു പുറത്തു കൊടുക്കും. പിന്നെ ഇസ്തിഹാസിന്റെ വിഷയത്തിന് തെളിവുണ്ടായിട്ടാണോ? അല്ല. ഈ വിഷയം പറഞ്ഞാൽ അട്ടിമറിച്ചുകൊണ്ട് വിഷയം ഇവിടുന്ന് മുങ്ങണം. അതാണ് പ്രശ്നം. നിങ്ങൾ ഇസ്തിഹാസിന്റെ വിഷയം മുൻഗണനാക്രമം ഇവിടുത്തെ മുൻഗണനാക്രമം തെറ്റിച്ച് ഇസ്തിഹാസിന്റെ വിഷയം മുന്നിൽ എടുത്തിട്ടാൽ പ്രവർത്തകർ ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾക്ക് അറിയാം. അപ്പൊ ആ വിഷയം പറയാൻ നിങ്ങൾക്ക് മുങ്ങണം. നിങ്ങൾക്ക് ഒന്നെ ചർച്ച ചെയ്യണം. നിങ്ങൾ ഒന്നെ ഇസ്തിഹാസ ചർച്ച ചെയ്തിട്ട് തൗഹീദും ശർക്കും തീരുമാനിക്കണം എന്ന് പറയും. ചർച്ച ചെയ്യാം. മൂന്നും ചർച്ച ചെയ്യാം. നമുക്ക് ആദ്യം ഖുതുബയുടെ ഭാഷ വിഷയം. ആദ്യം ഖുതുബയുടെ ഭാഷയുടെ എഴുതി. ആദ്യം ഖുതുബയുടെ ഭാഷ എന്താ നിങ്ങൾക്ക് അതില്? എന്താ അസവ് കക്കുപടി? എന്താ ധാരിമ? ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് മറുപടി ഇല്ലാത്ത. കേരളത്തിൽ നിങ്ങളും യാപ്പിക്കാർ എത്ര സംവാദം നടന്നു? ഈ മുടിന്റെ വിഷയത്തിൽ, ഖത്തീബുമാരുടെ ഖാദിയുടെ വിഷയത്തിൽ തിരുവങ്ങാടി സംവാദം നടന്നു. അതിനു മുമ്പ് തൊലാഖിന്റെ വിഷയത്തിൽ മലപ്പുറത്ത് സംവാദം നടന്നു. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ അടിസ്ഥാന വിഷയം ഉണ്ടാവുള്ളൂ അല്ലെ? ഏത് രണ്ട് പ്രസ്ഥാനങ്ങൾ തമ്മിൽ അടിസ്ഥാനപരമായ അഭിപ്രായം ഒന്നേ ഉണ്ടാവുള്ളൂ. ഏറ്റവും ഒന്നാമത്തെ വിഷയം ഒരിടത്ത് ഇങ്ങനെ കാളിയായി. ഒന്നാമത്തെ വിഷയം ഒരിടത്ത് തൊലാഖിന്റെ വിഷയം എങ്ങനെയായി, വേറൊരിടത്ത് ഇങ്ങനെ മുടിന്റെ പ്രശ്നമായി. അപ്പൊ എല്ലായിടത്തും പലയിടത്തും അടിസ്ഥാനപരമായ വിഷയം മാറില്ല തന്നെ. തിരുനങ്ങാടി തമ്മിൽ അടിസ്ഥാനം മാറി. മലപ്പുറത്തെത്തിയപ്പോ അടിസ്ഥാനം വേറെ. ഇവിടെ മുടിന്റെ വിഷയത്തിൽ രണ്ടുപേർക്ക് ചർച്ച നടന്നു. അവിടെ അടിസ്ഥാനം വേറെ. നിങ്ങൾക്ക് യാതൊരു ലക്കുലേക്കാനും. ഇതൊക്കെ ഈ കൗമിന്റെ മുമ്പിൽ പറയാനല്ലാതെ വിവരമുള്ള ആൾക്കാരുടെ മുമ്പിൽ പറയാൻ പറ്റൂ? നിങ്ങൾ അപ്പോ ഇതാണ് ഇവരുടെ അവസ്ഥ. നേർക്ക് നേരെ കിട്ടി. മാതൃഭാഷയിൽ ഖുതുബ നിർവഹിക്കൽ അത് യുക്തിവാദമാണെന്ന് പറഞ്ഞ മുസ്ലിയാക്കന്മാരെ നേർക്ക് നേരെ ഞങ്ങളെ കിട്ടിയില്ലേ കയ്യില്? നേർക്ക് നേരെ കിട്ടിയിട്ട് ആ വിഷയത്തിൽ എന്തുകൊണ്ട് വ്യവസ്ഥ എഴുതാൻ തയ്യാറായില്ല?